ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് ഡിഫക്റ്റ് കാസ്കേഡിംഗ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഡിഫക്റ്റ് കാസ്കേഡിംഗ്. ഇൻ്റർവ്യൂകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫക്റ്റ് കാസ്കേഡിംഗ് നോക്കാം. ഡിഫക്റ്റ് കാസ്കേഡിംഗ് ഈസ് ദ ട്രിഗറിംഗ് ഓഫ് എ ഡിഫക്റ്റ് ബൈ അനദർ ഡിഫക്റ്റ്. ഇറ്റ് ഹാപ്പൻസ് വെൻ എ ഡിഫക്റ്റ് ഈസ് നോട്ട് കോട്ട് ബൈ ദ ടെസ്റ്റിംഗ് ടീം ആൻഡ് ഇറ്റ് ഗീവ്സ് റൈസ് ടു അനദർ ഡിഫക്റ്റ്. അതായത് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാം. കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് വേറൊരെണ്ണത്തിനെ ബാധിക്കുക. അതായത് നമ്മൾ വാട്ടർഫോളൊക്കെ പറയുന്ന പോലെ, വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ മേലെന്ന് താഴത്തേക്ക് ഒന്നിനെ മേലേക്ക് വന്ന് അതിൻ്റെ എഫക്റ്റ് കൂടി അളവ് കൂടി വരുന്നത് തന്നെയാണ് നമ്മൾ ആ വേർഡ് കാസ്കേഡിങ് എഫക്റ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ ഉള്ളൊരു ഡിഫക്റ്റ് കൃത്യമായിട്ട് QA ടീം, ടെസ്റ്റിംഗ് ടീം കണ്ടുപിടിക്കാത്തതുകൊണ്ട് ആ ഒരു ഡിഫക്റ്റ് ആ ആപ്ലിക്കേഷൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവലിനെ ബാധിക്കുകയും ആ ലെവല് അതിൻ്റെ നെക്സ്റ്റ് ലെവലിനെ ബാധിക്കുകയും ചെയ്ത് ഒരു ചെറിയൊരു ഡിഫക്റ്റ് കുറേ ഡിഫക്റ്റുകളായി മാറി അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒറിജിനൽ ഡിഫക്റ്റ് ഫിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഡിഫക്റ്റ് കാസ്കേഡിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡിഫക്റ്റ് കാസ്കേഡിംഗ് കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് നമ്മൾക്ക് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനെ വളരെയധികം ബാധിക്കും, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിനെ ബാധിക്കും, നമ്മുടെ പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിൽ ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ഇത്രയധികം പ്രശ്നങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഡിഫക്റ്റ് കാസ്കേഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംപിളി ഇത് പറയാനെന്താണ് ഡിഫക്റ്റ് കാസ്കേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റ് ട്രിഗർ ചെയ്തിട്ട് വേറൊരു ഡിഫക്റ്റിന് കാരണമാവാം. അതായത് ഒരു ഡിഫക്റ്റ് കൃത്യമായി ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ആ ഡിഫക്റ്റ് വേറൊരു ഫങ്ഷണാലിറ്റിനെ ബാധിക്കുകയും ആ ഫങ്ഷണാലിറ്റിയിൽ ഉണ്ടാവുന്ന ആ ഡിഫക്റ്റ് വേറൊരു ഫങ്ഷണാലിറ്റിനെ ബാധിക്കുക. അതങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ആ പ്രോസസ്സ് പോണതിനാണ് ഡിഫക്റ്റ് കാസ്കേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചാൽ നമുക്ക് ഇൻ്റർവ്യൂവിൽ ആൻസർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ പിന്നെ പറയാനുള്ളത്, നമ്മൾ ഓൺലൈൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ട്രെയിനിങ് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന് സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്. പെയ്ഡ് ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.